എല്ലാവർക്കും നമ്മൾ തോന്നിട്ടുണ്ട് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടാണ്. ഉപയോഗിക്കുന്ന കുറേ വ്യക്തികൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് പൈസ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഴയ ചാനലിൽ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നത്. അപ്പോൾ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തവരെ ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഫ്രണ്ട് ആപ്പ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ അപ്ഡേറ്റിൽ ഫ്രണ്ട് ആപ്പിന് ഡൗൺലോഡ്സ് 5 കോടി ഡൗൺലോഡ്സ് എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറ്റി 50 മില്യൺ എന്ന് കൊടുത്തു. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും രണ്ടും സെയിം തന്നെയല്ലേ, 50 മില്യണിലല്ലേ 5 കോടി എന്ന് വിചാരിക്കും. ശരിയാണ്, പക്ഷേ ആ ഒരു അപ്ഡേറ്റിൽ കാര്യം പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുന്നേ ഫ്രണ്ട് ആപ്പ് മാത്രമായിരുന്നു, അതിൻ്റെ കൂടെ വേറെ എന്തോ ഒരു മേക്ക് ഫ്രണ്ട് അങ്ങനെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് വോയിസ് ആൻഡ് വീഡിയോ കോൾ അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ട്. പുതിയതായിട്ടൊരു പേര് മാറ്റിയിട്ടുണ്ട് അവർ. പിന്നെ എന്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ നോക്കാനും പോയില്ല. അപ്പോൾ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ച് കുറേ ഗേൾസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്നത്. അതിൽ നല്ല വ്യക്തികളുണ്ട്, അത്യാവശ്യം റോങ് ആയിട്ട് പരിപാടികൾ ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ ഏണിങ്സ് ഇങ്ങനെ ഏത് രീതിക്ക് പൈസ ഉണ്ടാക്കിയാലും കുറേ ആൾക്കാർക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കണം. അപ്പോൾ ഇനി കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചു, അതിൽ 16 വയസ്സ് ഉള്ള കുട്ടികളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവർക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് എനിക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 18 വയസ്സിൻ്റെ താഴെയുള്ള വ്യക്തികളൊന്നും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ പൈസ വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 18 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് പാൻ കാർഡ് എന്തായാലും കിട്ടില്ല. ഇപ്പോൾ അതൊക്കെ തന്നെ അവരുടെ പേരൻസിൻ്റെ പാൻ കാർഡ് കൊടുത്തിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആവില്ല. അല്ലാണ്ട് 18 വയസ്സിൻ്റെ മുകളിലുള്ള വ്യക്തികളാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വരാം. അതിപ്പോൾ എന്താവട്ടെ, നമ്മളൊന്നും പറയുന്നില്ല. അത് നിങ്ങളുടെ ഒപ്പീനിയൻ. ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ല എങ്കിൽ വേണ്ട. അപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ട് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾ മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനില്ല, എല്ലാ പൈസ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനിൽ മെയിനായിട്ട് KYC നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ KYC സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ പാൻ കാർഡ് അവിടെ ആവശ്യമാണ്. അപ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ KYC സബ്മിറ്റ് ആവുള്ളൂ. അതിലും മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഇനിഷ്യൽ അവിടെ കൊടുക്കുമ്പോൾ ഡിഫറെൻറ്റ് നെയിമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇനിഷ്യലിൻ്റെ ഫുൾ നെയിം അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇനിഷ്യലിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരക്ഷരം ഇരിക്കും, A എന്നായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും 2 അക്ഷരം ഉണ്ടാവും. അപ്പോൾ ആ അക്ഷരത്തിൻ്റെ ഫുൾ ഫോം അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ചിലപ്പോൾ സബ്മിറ്റ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പാൻ കാർഡ് എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് ആ 3 ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇനിഷ്യലിൻ്റെ ഫുൾ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കും. മാക്സിമം അവർ പറയും, പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരത് പറയും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമേ അത് KYC അവിടെ സബ്മിറ്റ് ആവുള്ളൂ. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നല്ല രീതിക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് വിഡ്രോ ഫെയിലായി പോകുന്ന കുറേ പ്രശ്നമുണ്ട്. അത് ആപ്ലിക്കേഷൻ്റെ പ്രശ്നമാണ്. അതങ്ങനെ കുറേ ആൾക്കാർക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ പണ്ട് കാര്യമില്ല, ആപ്ലിക്കേഷന് മെയിൽ അയക്കുന്നു വേണം. പിന്നെ അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് സർവീസൊക്കെ വളരെ ഷോക്കാണ്. കുറേ ആൾക്കാർ ഇതിൽ ഒരു ദിവസം മൊത്തം അവരുടെ ഇൻ്റർനെറ്റൊക്കെ കളഞ്ഞ് കുറേ വ്യക്തികളോട് സംസാരിച്ച് അത്യാവശ്യം 1000 ഉറുപ്പിക കടത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് വിഡ്രോ ആവുന്നില്ല. അതിനെന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. പാൻ കാർഡും എല്ലാം സബ്മിറ്റ് ആയിട്ടും ആവുന്നില്ല. 24 മണിക്കൂർ വരെ അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഫെയിൽഡായി പോകും. അത് ആപ്ലിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നമാണ്. അത് ഈ ആപ്ലിക്കേഷനിലല്ല, എല്ലാ ആപ്ലിക്കേഷനിലും അങ്ങനെ വരുന്നതാണ്. അത് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുക തന്നെ വേണം. പക്ഷേ സപ്പോർട്ടും ഈ ഷോക്ക് ആയതുകൊണ്ട് എവിടെയാണ് സംസാരിക്കുക നമുക്കറിയില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്.